ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ അതേ എന്നത്തെ പോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ചില സമയം നമുക്ക് പഴമൊക്കെ വീട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാവില്ലേ. അപ്പോൾ അത് പെട്ടെന്ന് പഴുത്ത് പോയാൽ നമുക്ക് ഒരുമിച്ച് എന്തായാലും തിന്നാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ് കേട്ടോ. ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു കോട്ടൻ്റെ തുണി എന്താ ചെയ്യുക, നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പഴം പെട്ടെന്നൊന്ന് കറുത്ത് പോവുകയില്ല. നമുക്ക് ആവശ്യമുള്ള പഴം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അടിപൊളി ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പഴയൊരു ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ചകിരി ഉണ്ടല്ലോ, നമ്മൾ ആ ചേരിൻ്റെ ആ ഒരു സംഭവം അത് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചാർക്കോളോ അല്ലെങ്കിൽ വിറക് കത്തിച്ചതിൻ്റെ കാര്യം എന്തോ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒരു 2 നമ്മളെ കർപ്പൂരം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. കർപ്പൂരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് തീ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ സന്ധ്യാസമയത്തൊക്കെ ഉണ്ടാകുന്ന കൊതുകുണ്ടല്ലോ, കൊതുകിൻ്റെ ശല്യം ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ആദ്യം ഇതേപോലെ നന്നായിട്ടൊന്ന് പാളി കത്തിട്ടോ, അതിന് ശേഷം നന്നായിട്ട് പുക വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടീൻ്റെ സ്മെല്ലിൻ്റെ നല്ല സ്മെല്ലുണ്ട്, എന്നാലും ഞാൻ കർപ്പൂരം ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് നിന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ഒരു ടിപ്സാണ്. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഞാനിതവിടെ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തലേന്നത്തെ ചോറാണ് കേട്ടോ. അത് റേഷൻ കടയിലെ അരിൻ്റെ ചോറാണ്. ഇത് നല്ല ഫ്രഷാക്കി എങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ചില സമയം നമ്മൾ ചോറ് ചിലപ്പം വെള്ളത്തിലിടാനോ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ മറന്നു പോകില്ലേ, അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനുള്ളൊരു അടിപൊളി ടിപ്സാണ് കാണിക്കുന്നത്. ആദ്യം ഞാൻ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. ആ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇതേപോലെ കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ, നമ്മളെ സുർക്ക, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സുർക്ക നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചോറിൻ്റെ പഴയ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറേ ഉള്ളൂ, അതിനോട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് 1-2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഒരു സുർക്കൻ്റെ ഒരു സ്മെല്ലൊക്കെ സ്മെല്ലുണ്ടാവില്ല എങ്കിലും ആ ഒരു സുർക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് ഇവിടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചോറ് നല്ല ഫ്രഷായി വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഞാനിതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഊറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല, കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം, നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടാവും കേട്ടോ. നമ്മൾ ഇതേപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഈ ഒരു ചോറ് എന്ത് ചെയ്യുക, ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് ഇതിലേക്ക് ഇട്ടാൽ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇരിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ചൂടൊക്കെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ബബിൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടുപ്പത്ത് നമുക്ക് മാറ്റിയിട്ട് വീണ്ടും ഇത് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാക്കുന്ന നേരത്തെ ആ ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി സൂപ്പർ ഇപ്പോൾ വെച്ച ചോറ് പോലെയല്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാൽ എല്ലാവരും നല്ല ഫ്രഷോടുകൂടി ആയി കിട്ടാൻ എല്ലാവരും എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇത് റേഷൻ കടയിൽ അരിൻ്റെ ചോറാന്ന് പറയുമോ, രണ്ടാമത് തിളപ്പിച്ച് ഊറ്റിയ ചോറാണ്. കണ്ടില്ലേ, ഒന്നിനോട് ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിതവിടെ ഒരു കുക്കറിൽ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് നമുക്ക് വിനാഗിരി ഉണ്ടല്ലോ, സുർക്ക, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു 3-4 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഇതേപോലെ പാത്രങ്ങളുണ്ടല്ലോ, ഉപയോഗിക്കാതെ വെച്ചതോ അല്ലെങ്കിൽ ഒഴിവാക്കിയതോ ആയ ഇതേപോലെ ചെളി പിടിച്ചിരിക്കുന്ന പാത്രങ്ങൾക്ക് ഇതൊക്കെ കുറേ ആയിട്ട് എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചെളി പിടിച്ചത് ഇതിൻ്റെ പുറമെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
ഒരുപാട് നാളായി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആകെ പിന്നെ പൊടി പിടിച്ചിട്ട് നാശമായി പറ്റി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഗ്ലാസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നന്നായിട്ട് നമ്മൾ ഇതിൽ മുക്കി വെച്ചതിന് ശേഷം ഈ ഒരു കുക്കർ നമുക്ക് എന്ത് ചെയ്യുക അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കുക കേട്ടോ. അപ്പോൾ അതായത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള ഒരു ചളിയൊക്കെ ഇതാക്കുന്ന ഗ്ലാസ്സൊക്കെ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാം ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി. അത്രയും ഇത് ചെളിയൊക്കെ ഇതിൽ പോയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ചെളികളുണ്ടായിരുന്നു, അതൊക്കെ ഇതിൽ ഈ ഒരു വെള്ളത്തിൽ ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ എത്രത്തോളം ചളി ഇതിൽ തന്നെ പോന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, സാധാ സ്ക്രബ്ബർ പിന്നെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഞാനിതാ കുറച്ച് വിമോ അല്ലെങ്കിൽ എൻ്റെ ലിക്വിഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് തേച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രസ് ചെയ്യുകയോ വരയ്ക്കുകയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് ആദ്യം തന്നെ. അതിന് ശേഷം ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. ഗ്ലാസിൻ്റെ ഒക്കെ തിളക്കം കണ്ടോ, പുതിയ ഗ്ലാസ് നമ്മൾ വാങ്ങിയ ആ ഒരു രീതി തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഗ്ലാസിൻ്റെ ഒക്കെ തിളക്കങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ഞാൻ ഈ ഒരു ബൗളുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതേപോലത്തെ പാത്രങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചതോ ഒഴിവാക്കിയതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കഴുകി നോക്കുക. നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും കണ്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളൊക്കെ നല്ല കളർ വെച്ചിട്ടുണ്ട്, നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫുള്ളും ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഒരു ഒഴിഞ്ഞൊരു ബോട്ടിലുണ്ടല്ലോ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. വെള്ളമോ സുർക്കയോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസോ വാങ്ങുന്ന ഒരു പഴയൊരു ബോട്ടിൽ എടുക്കുക കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പകുതി ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇതേപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണാം, നമ്മൾ കവറിൽ അങ്ങനെ തന്നെ വെക്കൂലേ. ചിലപ്പോൾ പ്രാണികളൊക്കെ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സമയം നമ്മൾ ബോട്ടിലൊന്നും ഇട്ടേക്കുന്നില്ല, അല്ലെങ്കിൽ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് ഇതിനുള്ള കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മൂടി ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും, പ്രാണികളൊന്നും കിടക്കുകയില്ല. നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യ സമയത്ത് എന്ത് ചെയ്യുക, ഇതേപോലെ മൂടി ഊരിയിട്ട് നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് പച്ചമുളകോ തക്കാളിയോ ഒക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ചെറിയൊരു സ്റ്റോറേജ് ബോക്സായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ തക്കാളി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് കണ്ട് നോക്കാം കേട്ടോ. പിന്നെ ചില സമയം നമ്മൾ എന്ത് ചെയ്യും, മുട്ടയൊക്കെ പൊരിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്കൊക്കെ ഒരു എളുപ്പമാണല്ലോ, പൊട്ടിച്ചൊഴിക്കൂല്ലേ. അപ്പോൾ അത് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കൂലേ. എന്നാൽ അതിലുള്ള സ്മെല്ല് പോകാൻ ഭയങ്കര പണിയാണല്ലേ. ആ ഒരു സ്മെല്ല് പോകാനുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒക്കെ കുക്കറിൽ അടുപ്പത്ത് വെക്കൂലേ, ആ ഒരു ആവി വരുന്ന സമയത്ത് ആ വിസിൽ ഊരിയിട്ട് എന്ത് ചെയ്യുക, സ്മെല്ല് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി, ആ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സുർക്ക ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കർപ്പൂരം ഉണ്ടല്ലോ, പച്ച കർപ്പൂരം, അത് 1-2 നമുക്ക് എന്ത് ചെയ്യുക, പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കർപ്പൂരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കയ്യിലുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യുക, രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സിങ്കിലുണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ. ഇതേപോലെ ഒരു 3-4 സ്പൂൺ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു അടപ്പുള്ള ഒരു കുപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സിങ്കിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കായും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ചൊരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് എന്ത് ചെയ്യുക, അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കുന്നത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോൾ ഒഴിച്ചത് അഥവാ നിങ്ങൾ എന്താണ് അവിടെ പറയാമെന്നറിയില്ല, ബ്രെഡ് വാട്ടിയെന്നൊക്കെ ചിലർ പറയും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് മുട്ടൻ്റെ ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊരു പാക്കറ്റ് ബ്രെഡാണ് ഇതിനോട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 മുട്ട വെച്ചിട്ട് ഇത്രയും ഒരു പാക്കറ്റ് ബ്രെഡ് നമുക്ക് എന്ത് ചെയ്യുക, പൊരിച്ചെടുക്കാൻ കഴിയും കേട്ടോ. കുറച്ച് പാലും കൂടെ ചേർത്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനതാ ഇതേപോലെ ബ്രെഡൊക്കെ ഓരോന്നായിട്ട് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബോൾ വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കും, ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം അല്പം നെയ്യും കൂടി, നല്ല നെയ്യും കൂടെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനത് അവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്രാമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കണം. ഈ ഒരു ഗ്രാമ്പിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളി ചായപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചൊന്ന് ഇറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന തലവേദന, അതുപോലെ പിന്നെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥത, ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മളെ വയറിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ടിപ്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.